हरे कृष्ण माता जी, प्रणामम। हरे कृष्ण प्रभु। हरे ഹരേ കൃഷ്ണ മാതാജി, ഹരിപോൾ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. എവിടെ, ഇന്ത്യയിലാണോ? അല്ല അല്ല അല്ല. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ത്യയുടെ മറുകരയല്ല പ്രഭു. മനസ്സിലായി മനസ്സിലായി. ഹരേ കൃഷ്ണ. അതിശയം.
പ്രഭു എത്തിയില്ല, ജോലി കഴിഞ്ഞാൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്ലോകം ഹരേ ഒന്ന്. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭുജി. പ്രണാം. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ. പ്രണാം പ്രഭു. ഹരേ പ്രണാം. കൃഷ്ണ പ്രഭുജി, പ്രണാമം. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അദ്വൈതാചാര്യ എവിടെ വരെ എത്തി നമ്മള്? 36. 36. ഓക്കെ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗരജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാമിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ ബൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. मुखं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्.
ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ശീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ ശ്രീ ചൈതന്യ ചരിതാമൃതം നമ്മൾ പഠിച്ചു വരുന്നു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ 7ാമത്തെ അധ്യായമാണ് ഇപ്പോൾ പഠിക്കുന്നത്. നല്ല പ്രോഗ്രസ് ഉണ്ട്. ആദിലീലയിൽ ഒരുപാട് അധ്യായങ്ങളുണ്ട്. എന്തായാലും കുറച്ച് അധ്യായങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകളിലേക്ക് പ്രവേശിക്കും. അതുവരെ തത്വങ്ങളാണ്. സോ എല്ലാവരും ക്ഷമയോടുകൂടി ഇതുവരെ നമ്മൾ പഠിച്ചു, തത്വങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം തത്വങ്ങൾ ആവശ്യമാണ് നമുക്ക് ലീലകൾ ശരിക്കും മനസ്സിലാക്കുവാൻ വേണ്ടി. ചൈതന്യ ചരിതാമൃതത്തിൽ തന്നെ പറയുന്നുണ്ടത്. സിദ്ധാന്തം പഠിക്കുന്ന സമയത്ത് നമ്മൾ ആലസ്യം പാടില്ല, മടി പാടില്ല. നമുക്ക് എപ്പോഴും കഥ മാത്രം കേൾക്കുക എന്നുള്ളൊരു കാര്യം മാത്രമായാൽ ശരിയാവില്ല. കഥകൾ അല്ലെങ്കിൽ ലീലകൾ കേൾക്കണമെങ്കിൽ കേൾക്കുക എന്ന് പറയുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരണമെങ്കിൽ തത്വങ്ങളും കൂടെ അറിയണം. അപ്പോൾ ശീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നുണ്ട്, നമ്മൾ അത് വായിക്കും, സിദ്ധാന്തം പഠിക്കാൻ നേരത്ത് നമ്മൾ ആലസ്യം പാടില്ല, അല്ലെങ്കിൽ മടി പാടില്ല. എങ്ങനെയാണോ നമ്മൾ ലീലകൾ പഠിക്കുന്നത്, കേൾക്കുന്നത്, ആ ഒരു ഉത്സാഹത്തോടു കൂടി തന്നെ സിദ്ധാന്തങ്ങളും നമ്മൾ പഠിക്കണം. ഇവിടെ നമ്മൾ ശ്രീ അദ്വൈതാചാര്യയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ ശ്രീ നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു, പഠിച്ചു. അദ്വൈതാചാര്യയെ നമ്മൾ ഇവിടെ 35 ശ്ലോകങ്ങൾ കണ്ടു. ഇനി മുന്നോട്ട് നമുക്ക് പോവാം. കുറേ ശ്ലോകങ്ങളുണ്ട് ഈ അധ്യായത്തിലും. 36 ആചാര്യ ഗോശാനീര ഗുണമഹിമ അപാർ ജീവ കീട കോതായ പൈബേ കാതാരപാർ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ആചാര്യ ഗോസാനിര ഗുണമഹിമ അപാര ജീവ കീട കോധായ പായി ബേഗ താര പാര. വിവർത്തനം ശ്രീലപ്രഭു ജയ്. അദ്വൈത ആചാര്യന്റെ മഹിമാനങ്ങൾ അനന്തമാണ്. നിസ്സാരമായ ജീവജാലങ്ങൾക്ക് എങ്ങനെ അതിന്റെ ആഴമളക്കാൻ കഴിയും? ഹരേ കൃഷ്ണ പ്രഭുജി. ശ്രീ അദ്വൈതാചാര്യയെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക്, എത്ര അദ്ദേഹത്തെ സ്തുതിച്ചാലും നമുക്ക് മതിയാവില്ല. അദ്ദേഹം മഹാവിഷ്ണുവാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ ചർച്ച ചെയ്തു, അദ്ദേഹം ശ്രീ മഹാവിഷ്ണു തന്നെയാണെന്നുള്ളത്. നമ്മളെപ്പോലുള്ള നിസ്സഹായവരായിട്ടുള്ള ആളുകൾ, നമ്മളെപ്പോലുള്ള ജീവജാലങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറയാനുള്ള യോഗ്യതയുമില്ല. അദ്ദേഹത്തെ നമുക്ക് സ്തുതിക്കാനുള്ള ആ ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. നമ്മൾ എത്ര പറഞ്ഞു സ്തുതിക്കാൻ സാധിക്കും? അതായത് പറയുന്നത് അത്രമാത്രമുണ്ട് സ്തുതിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ ചെറിയ ആളുകൾ കൊണ്ടൊന്നും നടക്കില്ല. ശീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവം കാണിക്കുന്നു. ആചാര്യ ഗോസായി ചൈതന്യേര മുഖ്യ അംഗ ആര ഏക അംഗ താര പ്രഭു നിത്യാനന്ദ. ഹരേ കൃഷ്ണ പ്രഭു. ആചാര്യ ഗോസാനി ചൈതന്യേര മുഖ്യ അംഗ ആര ഏക അംഗ താൻര പ്രഭു നിത്യാനന്ദ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അദ്വൈതാചാര്യൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു മുഖ്യ അംഗമാണ്. നിത്യാനന്ദ പ്രഭുവാണ് മറ്റൊരു അംഗം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ അദ്വൈതാചാര്യ അദ്ദേഹം 2 പ്രധാനപ്പെട്ട മഹാപ്രഭുവിൻ്റെ അംഗങ്ങൾ പറയുന്നു. ഒന്ന് ശ്രീ നിത്യാനന്ദ പ്രഭു, ഒന്ന് ശ്രീ അദ്വൈതാചാര്യ. പ്രഭുര ഉപാംഗ ശ്രീവാസാദി ഭക്തഗണ ഹസ്തമുഖ നേത്ര അംഗ ചക്രാദി അസ്ത്രസമ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രഭുര ഉപാംഗ ശ്രീവാസാദി ഭക്തഗണ ഹസ്തമുഖ നേത്ര അംഗ ചക്രാദ്യസ്ത്ര സമ. വിവർത്തനം എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീവാസന്റെ നേതൃത്വത്തിലുള്ള ഭക്തന്മാർ അവിടത്തെ ഉപാംഗങ്ങളാണ്. അവർ അവിടുന്നിന്റെ കൈകളും മുഖവും കണ്ണുകളും ചക്രം തുടങ്ങിയ ആയുധങ്ങളും പോലെയാണ്. ഹരേ കൃഷ്ണ. ശ്രീവാസ് ഠാക്കൂർ അദ്ദേഹം ഭക്തശ്രേഷ്ഠനാണ് അല്ലേ? അപ്പോൾ നിത്യാനന്ദ പ്രഭുവും ശ്രീ അദ്വൈതാചാര്യയും അവർ ഭഗവത് തത്വമാണ്. എന്നാൽ ശ്രീവാസ് ഠാക്കൂർ ശ്രീപാദ് നാരദമുനിയാണ്. നാരദമുനി തത്വമാണ്, ഭക്തനാണ്, ഭക്തശ്രേഷ്ഠനാണ് അദ്ദേഹം. അപ്പോൾ ശ്രീവാസ് ഠാക്കൂറും മറ്റുള്ള ഭക്തരുമൊക്കെ മഹാപ്രഭുവിൻ്റെ ചെറിയ അംഗങ്ങൾ.
പ്രധാനപ്പെട്ട രണ്ട് അംഗങ്ങൾ മഹാപ്രഭുവിൻ്റെ അംഗങ്ങൾ ആരാണ്? ശ്രീവാസ് ഠാക്കൂർ, ശ്രീ അദ്വൈതാചാര്യയും ശ്രീ നിത്യാനന്ദ പ്രഭുവും. ബാക്കി ശ്രീവാസ് ഠാക്കൂറും മറ്റുള്ള ബാക്കിയുള്ള അംഗങ്ങളും ബാക്കിയുള്ളവരും മഹാപ്രഭുവിൻ്റെ ചെറിയ അംഗങ്ങളാണ്. അതായത് ലൈക്ക് അവരുടെ മഹാപ്രഭുവിൻ്റെ കൈകളോ തലയോ കണ്ണുകൾ അങ്ങനെ. എന്നാൽ മഹാപ്രഭുവിൻ്റെ ശരീരം മുഴുവൻ എടുക്കുകയാണെങ്കിൽ അതിൽ മെജോറിറ്റി അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ അത് നിത്യാനന്ദ പ്രഭുവും അദ്വൈതാചാര്യയും. ए बसबलाय इया चैतन्य प्रभुर विहार ए सबलाय इया करेन वंचित प्रचार. हरे कृष्णा. ये सबलेय चैतन्य प्रभुर विहार ये सबलेय करेन वांछित प्रचार. വിവർത്തനം ശ്രീല പ്രഭുപാദ കീ ജയ്. അവരോടെല്ലാം ചേർന്ന് ശ്രീ ചൈതന്യൻ തന്റെ ലീലകൾ ചെയ്തു. അവരോടൊപ്പം അവിടുന്ന് തന്റെ പ്രസ്ഥാനം പ്രചരിപ്പിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്രീ ചൈതന്യ മഹാപ്രഭു ഇവരോട് എല്ലാവരുടെയും കൂടെ, മഹാപ്രഭു തനിയല്ല. കൃഷ്ണൻ അവതാരമെടുത്ത് വരുമ്പോൾ കൃഷ്ണൻ തനിയെ ഒരിക്കലും വരില്ല, അല്ലേ? കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ തന്നെ നമുക്കറിയാം കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നില്ലെങ്കിൽ പശുക്കളോ ഒന്നില്ലെങ്കിൽ ഓടക്കുഴലോ അങ്ങനെ ആരെങ്കിലും. അദ്ദേഹം തനിയെ ഒരിക്കലും ഉണ്ടാവില്ല. കാര്യം ഓടക്കുഴൽ പോലും നമ്മൾ ഓടക്കുഴലിനെ വെറുതെ ഒരു ഓടക്കുഴലായിട്ട് കാണരുത്. ആക്ച്വലി ഒരു പേഴ്സണാലിറ്റിയാണ്. ഭഗവാനെ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ മഹാപ്രഭു അവതാരമെടുത്ത സമയത്തും അദ്ദേഹം തനിയല്ല വന്നത്. അദ്ദേഹത്തിൻ്റെ വിസ്തരണങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ അദ്ദേഹത്തിൻ്റെ പാർഷദരെല്ലാവരും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ലീലകളിൽ പങ്കെടുത്തതും. മഹാപ്രഭുവിൻ്റെ ആ ഒരു ആന്തോളനം, മഹാപ്രഭു എന്താണ് ഉദ്ദേശിച്ചത്, അവതാരം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ അവതാര ഉദ്ദേശം ആന്തരിക കാരണമല്ല, ബാഹ്യമായിട്ടുള്ള കാരണം. അപ്പോൾ അതിന് മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട്. എന്താണത്? കൃഷ്ണാവബോധം എല്ലാവരിലേക്കും എത്തിക്കുക, ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് എല്ലാവരുടെയും സഹായത്തോടു കൂടിയിട്ടാണ് മഹാപ്രഭു ചെയ്യുന്നത്. മാധവേന്ദ്ര പൂരീര ഇഹോ ശിഷ്യ ഏ ജ്ഞാനി ആചാര്യ ഗോശാനീരെ പ്രഭു ഗുരു കരിമാനെ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. മാധവേന്ദ്ര പുരീര ഇൻഹോ ശിഷ്യ ഏ ജ്ഞാനെ ആചാര്യ ഗോസാനിരെ പ്രഭു ഗുരു കരീമാനെ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. അദ്വൈതാചാര്യൻ മാധവേന്ദ്രപുരിയുടെ ഒരു ശിഷ്യനാണ്. ഇങ്ങനെ ചിന്തിച്ച ശ്രീ ചൈതന്യൻ അവിടെ നിന്ന് അനുസരിക്കുകയും തന്റെ ആധ്യാത്മിക ഗുരുവിനെ പോലെ ആദരിക്കുകയും ചെയ്തു. ഭാവാർത്ഥം ശ്രീ മാധവേന്ദ്രപുരി മാധ്വാചാര്യനിൽ നിന്നുള്ള ശിഷ്യ പരമ്പരയിലെ ഒരാചാര്യനാണ്. മാധവേന്ദ്രപുരിക്ക് രണ്ട് മുഖ്യ ശിഷ്യന്മാരുണ്ടായിരുന്നു, ഈശ്വരപുരിയും ശ്രീ അദ്വൈത പ്രഭുവും. അതിനാൽ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം മാധ്വാചാര്യനിൽ നിന്നുള്ള ഗുരുശിഷ്യ പരമ്പരയാണ്. ഈ വസ്തുത ഗൗരഗണോദേശ ദീപിക, പ്രമേയ രത്നാവലി എന്നീ പ്രാമാണിക ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ഗോപാലഗുരു ഗോസ്വാമിയാലും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഗൗരഗണോദേശ ദീപികയിൽ ഗൗഡീയ വൈഷ്ണവരുടെ ഗുരുശിഷ്യ പരമ്പരയെക്കുറിച്ച് ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു. ബ്രഹ്മാവ് ആത്മീയ നഭസിന്റെ നാഥനായ വിഷ്ണുവിന്റെ നേരിട്ടുള്ള ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ നാരദനും, നാരദന്റെ ശിഷ്യൻ വ്യാസനും, വ്യാസന്റെ ശിഷ്യന്മാർ ശുകദേവ ഗോസ്വാമിയും മാധവാചാര്യരുമാണ്. പത്മനാഭ ആചാര്യൻ മാധവാചാര്യരുടെ ശിഷ്യനും നരഹരി പത്മനാഭ ആചാര്യന്റെ ശിഷ്യനുമാണ്. മാധവൻ നരഹരിയുടെ ശിഷ്യനും അശോഭ്യൻ മാധവന്റെ നേരിട്ടുള്ള ശിഷ്യനും ജയതീർത്ഥൻ അശോഭ്യന്റെ ശിഷ്യനുമാണ്. ജയതീർത്ഥന്റെ ശിഷ്യ സിന്ധുവും അദ്ദേഹത്തിന്റെ ശിഷ്യൻ മഹാനിധിയുമാണ്. മഹാനിധിയുടെ ശിഷ്യൻ വിദ്യാനിധിയും രാജേന്ദ്രൻ വിദ്യാനിധിയുടെ ശിഷ്യനുമാണ്. ജയധർമ്മൻ രാജേന്ദ്രന്റെ ശിഷ്യനാണ്. പുരുഷോത്തമൻ ജയധർമ്മന്റെ ശിഷ്യനാണ്. ശ്രീമാൻ ലക്ഷ്മിപതി പുരുഷോത്തമന്റെ ശിഷ്യനായ വ്യാസതീർത്ഥന്റെ ശിഷ്യനാണ്. പിന്നെ മാധവേന്ദ്രപുരി ലക്ഷ്മിപതിയുടെ ശിഷ്യനും. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശിലപ്രഭുജിയുടെ ഭാവാർത്ഥത്തിൽ ആ ഗുരുശിഷ്യ പരമ്പര പറയുന്നു. എങ്ങനെയാണ് ശ്രീപാദ് മാധവാചാര്യയുടെ ആ ഒരു താഴെ നമ്മൾ മാധവ ഗൗഡിയ സമ്പ്രദായം എന്ന് പറയും, അല്ലേ? അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഇവിടെ പ്രഭുപാദി വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു തരുന്നു. എങ്ങനെയാണ് ആ ഒരു ശൃംഖല, ആ ഗുരു പരമ്പര വന്നിട്ടുള്ളത് എന്നുള്ളത്. ശ്രീപാദ് മാധവേന്ദ്രപുരി ഈശ്വരപുരി മഹാരാജൻ്റെ ശ്രീപാദ് മാധവേന്ദ്രപുരിയുടെ പ്രധാനപ്പെട്ട രണ്ട് ശിഷ്യരാണ് ഈശ്വരപുരിയും
ഈശ്വരപുരി മഹാരാജ്, ശ്രീ ഈശ്വരപുരി മഹാരാജും ശ്രീ അദ്വൈത ആചാര്യ. ശ്രീ അദ്വൈത ആചാര്യയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ശ്രീ ഈശ്വരപുരി മഹാരാജ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഗുരു. അവർ രണ്ടുപേരും ഗോഡ് ബ്രദേഴ്സാണ്. ശ്രീപാദ് മാധവേന്ദ്രപുരിയുടെ ശിഷ്യരാണ്. പിന്നെ ഇവിടെ എങ്ങനെ ശ്രീപാദ് മാധവേന്ദ്രപുരിയുടെ മുമ്പിലുള്ള പരമ്പര, അതായത് അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ഗുരു പരമ്പരയെക്കുറിച്ച് ബ്രഹ്മാവിൽ നിന്ന് എങ്ങനെ വരുന്നു എന്നുള്ളത് ഇവിടെ വായിച്ചു. ഓക്കെ, അപ്പം ഞാനത് വീണ്ടും വായിക്കുന്നില്ല, നമ്മൾ ഓൾറെഡി ഇവിടെ മാതാജി വായിച്ചു. അടുത്ത ശ്ലോകത്തിലേക്ക്. ലൗകിക ലീലാത്തെ ധർമ്മ മര്യാദ രക്ഷണ സ്തുതി ഭക്തിയെ കരേന താര ചരണ വന്ദന. ഹരേ കൃഷ്ണ പ്രഭു. ലൗകിക ലീലാത്തെ ധർമ്മ മര്യാദ രക്ഷണ സ്തുതി ഭക്തി കാരേന താൻട്ര ചരണ വന്ദന. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ധർമ്മതത്വങ്ങളുടെ ആചാരക്രമം ഉചിതമായി പാലിക്കുന്നതിനായി ചൈതന്യ മഹാപ്രഭു ആദരണീയമായ പ്രാർത്ഥനകളോടും ഭക്തിയോടും കൂടി അദ്വൈത ആചാര്യന്റെ ചരണങ്ങളിൽ വന്ദിച്ചു. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീപാദ് അദ്വൈതാചാര്യയെ സ്വന്തം ഗുരുവിനെ പോലെയായിരുന്നു കാണുന്നുണ്ടായിരുന്നത്. കാര്യം ഈശ്വരപുരി മഹാരാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ഗോഡ് ബ്രദർ ആയതുകൊണ്ട് മഹാപ്രഭു അത്രമാത്രം റെസ്പെക്റ്റ് ചെയ്യുമായിരുന്നു. ഒരുപാട് വയസ്സിനും വ്യത്യാസമുണ്ട്, 50 വയസ്സിനും മേലെ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു വൈഷ്ണവ എറ്റിക്കേറ്റ്സ് അല്ലെങ്കിൽ സദാചാരം കാണിച്ചു കൊടുക്കാൻ വേണ്ടി മഹാപ്രഭു ആക്ച്വലി ഭഗവാനാണ്. ആക്ച്വലി അദ്ദേഹത്തിന് ചെയ്യേണ്ട ആവശ്യമില്ല. കൃഷ്ണനാണ് മഹാപ്രഭു, ശ്രീ അദ്വൈതാചാര്യ മഹാവിഷ്ണുവാണ്, ശ്രീകൃഷ്ണനാണ് മഹാവിഷ്ണുവിൻ്റെ സോഴ്സ് അല്ലേ. ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നാണ് ബാക്കി എല്ലാ അവതാരങ്ങളും വിസ്തരണങ്ങളും അംഗങ്ങളും അംശങ്ങളും അല്ലേ എല്ലാം വരുന്നത്, നമുക്കറിയാം. എന്നാലും മഹാപ്രഭു നമ്മളെ പഠിപ്പിക്കുന്നു എറ്റിക്കറ്റ്, അതായത് വൈഷ്ണവ സദാചാരം എങ്ങനെയായിരിക്കണം, എങ്ങനെ നമ്മൾ ആളുകളോട് പെരുമാറണം, അതായത് ബിഹേവിയർ എങ്ങനെയായിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്, വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണത്. എപ്പോഴും നമ്മൾ നമ്മുടെ സുപ്പീരിയേഴ്സ്, നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ളവരോട്, അത് പ്രായത്തിൽ സീനിയോറിറ്റി ആവട്ടെ, അതേപോലെ തന്നെ കൃഷ്ണാവബോധത്തിലുള്ള സീനിയോറിറ്റി ആവട്ടെ, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പ്രായം കൊണ്ട് ചെറുതായിരിക്കും, പക്ഷേ കൃഷ്ണാവബോധത്തിൽ അല്ലെങ്കിൽ അവരുടെ ഭക്തിയുടെ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മുന്നിൽ പോയവരായിരിക്കും. പ്രായം കുറവായിരിക്കും, പക്ഷേ എന്നാലും നമ്മൾ അങ്ങനെ അതും നോക്കണം. രണ്ടും ഫാക്ടേഴ്സാണ്. പ്രായം ഒരു ഫാക്ടറാണ്. ചിലപ്പോൾ പ്രായം കുറവുള്ളവർക്കും ഭക്തിയിൽ പുരോഗതി നല്ലവണ്ണം കാണാം. അങ്ങനെയുള്ളവരെ നമ്മൾ തീർച്ചയായിട്ടും ബഹുമാനിക്കണം. അതേപോലെ തന്നെ പ്രായം കൊണ്ടുള്ളവരും. അപ്പോൾ ഇതെല്ലാം ഒരു സദാചാരത്തിൻ്റെ ഭാഗമാണ്. എങ്ങനെ നമ്മൾ സംസാരിക്കണം, ഏത് ടോണിൽ നമ്മൾ സംസാരിക്കണം, ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. ഗുരുവിൽ നിന്നാണ് ഇതൊക്കെ പഠിക്കേണ്ടത്. ഗുരുവാണ് ശിഷ്യർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ദീക്ഷാഗുരു, ശിക്ഷാഗുരു ഇവരുടെ ജോലിയാണ്, ഇവരുടെ കർത്തവ്യമാണ്. ആക്ച്വലി എങ്ങനെ അവരുടെ കീഴിൽ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ, ശാസ്ത്രങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവരെ ശരിയായിട്ടുള്ള സദാചാരം പഠിപ്പിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം അവനവൻ ഫോളോ ചെയ്യണം, അത് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അതായത് ഒരു ഗുരുവിൻ്റെ ഒരു ശരിയായിട്ടുള്ള കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ ആചാര ആൻഡ് പ്രചാര. ആചാര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ വൈഷ്ണവ സദാചാരത്തിൻ്റെ മാനുവൽ അല്ലെങ്കിൽ പുസ്തകം എടുത്തത് വായിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടാവുന്നില്ല. വൈഷ്ണവ സദാചാരത്തിൻ്റെ മാനുവൽ ഇങ്ങനെ വായിച്ചു കൊടുക്കുവാണ്, അതിലിങ്ങനെ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ ഫോളോ ചെയ്യണം. അവനവൻ ഫോളോ ചെയ്യാതെ മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അതില്ല. അവനവൻ ഫോളോ ചെയ്യാൻ നോക്കണം, കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. യദ് യദ് ആചരതി ശ്രേഷ്ഠ തത്തത് ഏവേതരോചന. എങ്ങനെയാണോ ലീഡേഴ്സ് ഫോളോ ചെയ്യുന്നത്, അവർ എങ്ങനെ എത്രമാത്രം കാര്യങ്ങൾ ചെയ്യുന്നു അത് അനുസരിച്ച് അവരെ കണ്ട് പഠിക്കുന്നു താഴെയുള്ളവർ. സോ മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചു തരുന്നു എങ്ങനെയായിരിക്കണം നമ്മൾ നമ്മുടെ ഗുരുസ്ഥാനത്തുള്ളവരോടും മുതിർന്നവരോടും ഒക്കെ എങ്ങനെ പെരുമാറണം, എന്താണ് സദാചാരം, ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഈ ചൈതന്യ ചരിതാമൃതം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇനി മുന്നോട്ടും കാണും, നമ്മൾ ഒരുപാട് ലീലകളൊക്കെ കാണും. പക്ഷെ അതിൻ്റെ ഇടയിലും പഠിക്കാനുള്ള ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഭക്തർ തമ്മിലുള്ള പെരുമാറ്റങ്ങൾ, ഭക്തർ തമ്മിലുള്ള കോപ്പറേഷൻ,
സഹകരണം, അതേപോലെ തമ്മിലുള്ള പെരുമാറ്റങ്ങൾ, തമ്മിലുള്ള ഭക്തർ തമ്മിലുള്ള ആ സ്നേഹം എങ്ങനെയാണ് അവർ പങ്കുവെക്കുന്നത്. അതുപോലെ ചൈതന്യ മഹാപ്രഭു നേരിട്ട് ഇതെല്ലാം പഠിപ്പിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈഷ്ണവരുടെ എല്ലാ ക്വാളിറ്റീസും മഹാപ്രഭു നേരിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലീലകളിലൂടെ. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. സീനിയേഴ്സിനെ നമ്മൾ ബഹുമാനിക്കണം എന്നുള്ളത്. ബഹുമാനിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം കാണുമ്പോൾ എപ്പോഴും നമസ്കരിക്കുക എന്നുള്ളത് മാത്രമല്ല, അതൊരു എക്സ്റ്റേണൽ കാര്യമാണ്. നമസ്കാരം കാലിൽ തൊടാൻ, അല്ലെങ്കിൽ താഴെ നമസ്കരിക്കുക, സാഷ്ടാംഗ നമസ്കാരമാവട്ടെ, അല്ലെങ്കിൽ കൈകൊണ്ട് നമ്മളിങ്ങനെ കാണിക്കുകയാവട്ടെ, ഇതെല്ലാം എക്സ്റ്റേണൽ കാര്യങ്ങളാണ് ആക്ച്വലി. പക്ഷേ അതും എറ്റിക്കറ്റിൻ്റെ ഭാഗമാണ്, സംശയമില്ല. എന്നാലും അത് ചെയ്യുന്നതിനും ഒരു മൂഡുണ്ട്, അല്ലാതെ വെറുതെ ചെയ്യാന്നുള്ളതല്ല. അത് ചെയ്യുമ്പോൾ പ്രോപ്പർലി നമുക്കുള്ളിലൊരു ഭാവം വേണം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും ഞാൻ ഇദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അപ്പോൾ കാരണം ഇദ്ദേഹം എന്നേക്കാൾ സുപ്പീരിയറാണ്. അത് ഒരു കാര്യമാണ്. പിന്നെ ചില സമയത്ത് നമ്മൾ കാണാം, പിന്നെ അതൊരു കാഴ്ചപ്പാട്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സുപ്പീരിയേഴ്സിനെ നമ്മൾ ബഹുമാനിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു സെയിം ലെവലിലുള്ള, അല്ലെങ്കിൽ പ്രായം കൊണ്ടും അല്ലെങ്കിൽ കൃഷ്ണാവതാരത്തിൽ വന്ന നമ്മുടെ സെയിം ഈക്വലായിട്ടുള്ള ഫ്രണ്ട്സ് പോലെയുള്ളവർ, ഭക്തിയിലുള്ള കാര്യമാണ് പറയുന്നത്. അവരെ കാണുമ്പോഴും നമ്മൾ നമസ്കരിക്കേണ്ട, ഇങ്ങനെ ഈ ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കും. ആക്ച്വലി ഒരു തരത്തിൽ നോക്കുമ്പോൾ അതിന് ജസ്റ്റിഫിക്കേഷനുണ്ട്. അത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അത് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം നമസ്കാരത്തിനേക്കാൾ കൂടുതൽ ഒന്ന് അവരെ കൈ പിടിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ ആലിംഗനം ചെയ്യുകയോ, അതാണ് കുറച്ചും കൂടെ പവർഫുൾ. കാര്യം നമുക്കൊരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരാളെ അവർ നമ്മളെ ആലിംഗനം ചെയ്യാതെ നമുക്ക് അങ്ങോട്ട് പോയി ചെയ്യാൻ സാധിക്കില്ല, അല്ലേ? സീനിയർ ആയിട്ടുള്ളവർ ഇങ്ങോട്ട് വന്ന് ആലിംഗനം ചെയ്യുകയാണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും സന്തോഷത്തോടു കൂടി. അത് വലിയൊരു അനുഗ്രഹത്തോടു കൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നാൽ അങ്ങോട്ട് പോയി കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? അത് സാധിക്കില്ല, അത് പാടില്ല. സോ അതുകൊണ്ട് ജൂനിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ളവർ, നമ്മുടെ ഒരേ സമപ്രായക്കാരും അല്ലെങ്കിൽ ഭക്തിയിൽ ഒരേപോലെ സമയത്ത് വന്നിട്ടുള്ള ആളുകളൊക്കെ, അങ്ങനെയുള്ളവരെ ഏറ്റവും നല്ല ഒരു റെസിപ്രോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ കൈപിടിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ ആലിംഗനം ചെയ്യുക, അങ്ങനെയാണ് ആക്ച്വലി കാണുന്നത്. ഇത് മഹാപ്രഭുവിൻ്റെ ലീലയിലൂടെ നമ്മൾ പഠിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് നമ്മളിനി മുന്നോട്ട് കാണാം. ചൈതന്യ മഹാപ്രഭു എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് ഭക്തരോട്, അതേപോലെ തന്നെ മഹാപ്രഭുവിൻ്റെ പാർഷദരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ആരുടെയൊക്കെ കാലുകളിൽ വീഴണം, നമസ്കരിക്കണം, ആരെയൊക്കെയാണ് ആലിംഗനം ചെയ്യുന്നത്, വ്യത്യാസം കാണാം നമുക്ക്. വളരെ ക്ലാരിറ്റി ഉണ്ട് ഇതിനൊക്കെ, ഇത് വെറുതെ പറയുന്നതല്ല. അതാണ് ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ചിലപ്പോൾ ചില ആളുകളോട് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ, അതായത് മുതിർന്നവരെ നമ്മൾ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ മുതൽ അവർ എല്ലാവരെയും കാണുമ്പോൾ നമസ്കരിക്കും. മാത്രമല്ല എല്ലാവരെയും, ആര് വന്നാലും നമസ്കാരം, കാല് തൊടലും. ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു കാണിച്ചു കൂട്ടുന്ന കാര്യമല്ല, ഇൻറ്റേർണലി തോന്നേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ബഹുമാനം തോന്നും. അങ്ങനെ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യേണ്ടെന്നല്ല, ആ റെസ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സമപ്രായക്കാരെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് കുറച്ചും കൂടെ അതിനൊരു എഫക്റ്റ് ഉള്ളത് നമ്മൾ, അതായത് കൈ പിടിച്ച് സംസാരിക്കുമ്പോഴും ആലിംഗനം ചെയ്യുമ്പോഴാണ്. കാര്യം എന്താ വെച്ചാൽ അതൊരു പേഴ്സണൽ ഒരു ഫീലിംഗ് ആണത്. മറ്റേ കാര്യം കാല് തൊട്ട് നമസ്കരിക്കുക എന്ന് പറയുന്നത് അതൊരു ബഹുമാനത്തിൻ്റെ ഒരു ഇതാണ്. അതായത് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് വേണം. ഭക്തരുമായിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ ദാറ്റ്സ് വെരി ഹെൽപ്പിംഗ്. ആക്ച്വലി നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് പോകാൻ അത് എളുപ്പം സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കാണുന്ന എല്ലാവരെയും നമ്മൾ കാല് തൊട്ട് വന്നിക്കേണ്ട കാര്യമില്ല എന്ന് പറയാൻ കാര്യം വെച്ചാൽ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തെറ്റല്ല. കാര്യം എന്താണ്, എല്ലാവരിലും ഹൃദയത്തിൽ ഭഗവാനുണ്ട്. പിന്നെ എല്ലാവരും, അതൊരു പോയിന്റ്. അപ്പോൾ ആ ഭഗവാനെ നമ്മൾ ബഹുമാനിക്കുന്നു എന്നുള്ളത് ഒരു പോയിന്റ്. അങ്ങനെ പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യാം. രണ്ടാമത്തെ ജസ്റ്റിഫിക്കേഷൻ പറയാം, എല്ലാവരും വൈഷ്ണവരാണ്, ജൂനിയർ സീനിയർ സമപ്രായക്കാരൊന്നുമില്ല, എല്ലാവരും വൈഷ്ണവരാണ്, അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്നു. ശരി, ഓക്കെ, ഇതൊരു ജസ്റ്റിഫിക്കേഷനാണ്. അപ്പോൾ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളതല്ല പറയുന്നത്, പക്ഷേ ഐഡിയൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കുമെന്ന് മഹാപ്രഭുവിൻ്റെ ലീലയിലൂടെ നമുക്ക് മനസ്സിലാവും. കുറച്ച് മാസങ്ങൾ മുമ്പ് ഇതേപോലെ
ഒരാൾ കുറച്ച് പേരോട് ഞാൻ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ മുതിർന്ന സീനിയേഴ്സിനെ നമ്മൾ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് വളരെ ഭംഗിയായിട്ട് പിന്നീട് നോക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ പക്ഷെ കാണുന്നു എല്ലാവരെയും ആര് വന്നാലും നമസ്കരിക്കുന്നത് കാണുന്നുണ്ട്. സോ അത് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ആലോചിച്ചിട്ട് മതി. കാര്യം അത് കുറച്ച് ഓവറായിട്ട് നമുക്ക് തോന്നും. നമുക്ക് അങ്ങനെയല്ല. എന്നാൽ അതേ സമയത്ത് സ്നേഹം നമ്മൾ ഷെയർ ചെയ്യണമെങ്കിൽ വേറെ രീതികളിൽ നമുക്ക് ആ സ്നേഹം നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. സോ മഹാപ്രഭു ഇത് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ. മഹാപ്രഭുവിൻ്റെ പാർശ്വതരും നമ്മളിനി മുന്നോട്ട് ഇതെല്ലാം കാണും. ഇതെല്ലാം എറ്റിക്കേറ്റ്സിൻ്റെ ഭാഗമാണ്. ഓക്കെ. चैतन्य गोसाईक आचार्य करे प्रभु ज्ञान आपना के करे न ताना दास अभिमाना. चैतन्य गोसाई के आचार्य करे प्रभु ज्ञान आपना के करे न तारा दास अभिमाना. വിവർത്തനം ശ്രീല പ്രഭുവാദ് കി ജയ്. പക്ഷേ അദ്വൈതാചാര്യൻ ചൈതന്യ മഹാപ്രഭുവിനെ തന്റെ യജമാനായി പരിഗണിക്കുകയും സ്വയം മഹാപ്രഭുവിന്റെ ഒരു ഭൃത്യനായി കരുതുകയും ചെയ്തു. രൂപഗോസ്വാമിയുടെ ഭക്തിരസാമൃത സിന്ധു ഭക്തിയുഗ സേവനത്തിന്റെ പരമോത്കൃഷ്ടതയെ ഇപ്രകാരം വിശദീകരിക്കുന്നു. ബ്രഹ്മാനന്ദോ ഭവേത് ഏഷ ചേത് പരാർത്ഥഗുണീകൃതഃ നൈതി ഭക്തി സുഖാംബോധേ പരമാണുതുലാം അപി. നിരാകാര ബ്രഹ്മ സാക്ഷാത്കാരത്തിൽ നിന്ന് ലഭിക്കുന്ന അതീന്ദ്രിയ ആനന്ദത്തെ കോടിക്കണക്കിന് തവണ ഗുണിച്ചാലും അതിനെ ഭക്തിസാഗരത്തിന്റെ ഒരു പരമാണുവിന് പോലും താരതമ്യം ചെയ്യാൻ ആവില്ല. ഭക്തി രസാമൃത സിന്ധു 1:38. അതുപോലെ ഭാവാർത്ഥ ദീപിക പ്രസ്താവിക്കുന്നു. ത്വത് കഥാമൃതപാഥോധൗ വിഹരന്തോ മഹാമുദഃ കുർവന്തി കൃതിന കേചിർ ചതുർവർഗം തൃണോപമം. ഭഗവാനെ കുറിച്ചുള്ള ഹരേ കൃഷ്ണ. ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കണ്ട്. മാതാജി എക്സിറ്റ് ആയിരുന്നു. ഓക്കെ. ഓക്കെ. സോറി പ്രഭു, നെറ്റ് പോയതായിരുന്നു. വായിച്ചോട്ടെ? കണ്ടിന്യൂ ചെയ്യൂ. ഹരേ കൃഷ്ണ. ഭഗവാനെ കുറിച്ചുള്ള അതീന്ദ്രിയ വിഷയങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നവർക്ക് ധർമാർത്ഥ കാമ മോക്ഷ സാക്ഷാത്കാരങ്ങൾ 4 സമന്വയിച്ചാൽ ലഭിക്കുന്ന ആനന്ദത്തെ അവിടുത്തെ അതീന്ദ്രിയ കർമ്മങ്ങളുടെ ശ്രവണത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദവുമായി താരതമ്യം ചെയ്താൽ ആദ്യത്തേത് മറ്റേതിനെ അപേക്ഷിച്ച് ഒരു തൃണത്തേക്കാൾ ഒട്ടും വലുതല്ല. ഭൗതികാസ്വാദനത്തിൽ നിന്ന് മോചിതരായി കൃഷ്ണന്റെ പാദസേവനത്തിൽ മുഴുകിയവർക്ക് അവ്യക്തിഗത വിഷയങ്ങളോട് യാതൊരു ആകർഷണവുമില്ല. പത്മപുരാണത്തിൽ കാർത്തിക മാസത്തിന്റെ മാഹാത്മ്യങ്ങൾ വാഴ്ത്തി ഭക്തന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു. വരം ദേവമോക്ഷം ന മോക്ഷാവതീം വാ ന ശാന്യം വൃണേഹം വരേഷാത്തപീഹ ഇതം ദേവപൂർനാഥ ഗോപാലബാലം സദാ മേ മനസ്സി വിരസ്താം കി അന്യൈ കുബേരാത്മജോ ബദ്ധ മൂർത്തൈവ യദ്വത് ത്വയാ മോചിതൗ ഭക്തി ഭാജൗ കൃതൗ ച തദാ പ്രേമ ഭക്തിം സ്വകാമേ പ്രയശ്ച ന മോക്ഷേ ഗൃഹോമേസ്തി ദാമോദരേഹ. പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങയുടെ വൃന്ദാവനത്തിലെ ബാല്യകാല ലീലകൾ സ്മരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തിശൂന്യ ബ്രഹ്മത്തിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അങ്ങയുടെ ബാല്യകാല ലീലകൾ അങ്ങ് കുബേരന്റെ 2 പുത്രന്മാരെ മോചിപ്പിക്കുകയും അങ്ങയുടെ മഹാഭക്തന്മാരാക്കുകയും ചെയ്തു. അതുപോലെ എനിക്ക് മോക്ഷം നൽകുന്നതിന് പകരം അങ്ങയോട് അவ்விധത്തിലുള്ള ഭക്തി നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശീർഷീയ ശ്രീനാരായണ വ്യൂഹ സ്തവത്തിലെ നാരായണ സ്തോത്രം എന്ന അധ്യായത്തിൽ പറയുന്നു. ന ധർമ്മം കാമം അർത്ഥം വാ മോക്ഷം വാ വരദേശ്വര പ്രാർത്ഥയേതവ പാദാബ്ജെ ദാസ്യം ഏവാഭികാമേ. പ്രിയപ്പെട്ട ഭഗവാനെ, ഞാൻ ധർമ്മനിഷ്ഠനാകണമെന്നോ സമ്പത്തിന്റെ ഉടമയാകണമെന്നോ ഇന്ദ്രിയസുഖം ആസ്വദിക്കണമെന്നോ ആശിക്കുന്നില്ല. ഞാൻ മോക്ഷവും കാക്ഷിക്കുന്നില്ല. എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവായ അങ്ങയിൽ നിന്ന് ഇവയെല്ലാം എനിക്ക് ലഭ്യമാകുമെങ്കിലും ഇവയിൽ ഒന്നിനു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഒരു ദാസൻ എന്ന നിലയിൽ അങ്ങയുടെ പാദസേവനത്തിൽ സദാ വ്യാപൃതനാകാൻ കഴിയണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. നരസിംഹദേവൻ പ്രഹ്ലാദ് മഹാരാജിന് എല്ലാവിധ അനുഗ്രഹങ്ങളും വാഗ്ദാനം നൽകി. പക്ഷേ പ്രഹ്ലാദൻ അതൊന്നും സ്വീകരിച്ചില്ല. എല്ലായ്പ്പോഴും ഭഗവാന്റെ പാദസേവനത്തിൽ മുഴുകയാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതുപോലെ ഒരു പരിശുദ്ധ ഭക്തൻ എല്ലായ്പ്പോഴും പ്രഹ്ലാദ് മഹാരാജിനെ പോലെ പരിശുദ്ധ ഭക്തിയുഗ സേവനത്തിനായി അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ശ്രീരാമന്റെ സേവകനായി എല്ലായ്പ്പോഴും നിലകൊണ്ട ഹനുമാനും ഭക്തന്മാർ അവരുടെ ആദരങ്ങൾ അർപ്പിക്കുന്നു. മഹാഭക്തനായ ഹനുമാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു.
ഭവബന്ധച്ഛിദേ തസ്യൈ സ്പൃഹയാമീനമുക്തയേ ഭവാൻ പ്രഭുർ അഹം ദാസ ഇതി യത്ര വിപുല്യത്തെ. ഞാൻ മോക്ഷം നേടുവാനോ ഭഗവത് ദാസ്യഭാവം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകുന്ന ബ്രഹ്മ തേജസ്സിൽ ലയിക്കുവാനോ ഇച്ഛിക്കുന്നില്ല. അതുപോലെ നാരദ പഞ്ചരാത്രത്തിൽ പറഞ്ഞിരിക്കുന്നു, ധർമാർത്ഥ കാമ മോക്ഷേഷു നേച്ച മമ കഥാചന ത്വത്പാദ പങ്കജ സ്യാഥോ ജീവിതം ദീയത മമ. അഭികാമ്യമായ 4 പുരുഷാർത്ഥങ്ങളും ഞാൻ കാക്ഷിക്കുന്നില്ല. എനിക്കൊരു വൃത്തനായി ഭഗവാന്റെ തൃപ്പാദങ്ങളുടെ സേവനത്തിൽ മുഴുകിയാൽ മാത്രം മതി. കുലശേഖര രാജാവ് തന്റെ പ്രശസ്തമായ മുകുന്ദമാല സ്തോത്രം എന്ന ഗ്രന്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു, നാഹം വന്ദേ തവ ചരണയോർദ്വന്ദ്ം അദ്വന്ദ് ഹേതോഹോ കുംഭീഭാഗം ഗുരും അഭിഹരേ നാരകം നാപനേതും രമ്യ രാമ തനുലതാനന്ദേനാഭിരന്തും ഭാവേ ഭാവേ ഹൃദയ ഭവനേ ഭാവയേയം ഭവന്തം. ഭഗവാനെ, ഭൗതികബന്ധത്തിൽ നിന്ന് മോചനം നേടുന്നതിനായി ഞാൻ അങ്ങയെ ആരാധിക്കുന്നില്ല. ഭൗതികാസ്വത്തിന്റെ നാരകീയാവസ്ഥയിൽ നിന്ന് രക്ഷിക്കപ്പെടാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനോഹരമായ ഒരു ഉദ്യാനത്തിൽ ആസ്വദിക്കുന്നതിന് സുന്ദരിയായ ഒരു പത്നിയെ വേണമെന്ന് ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കുകയില്ല. അങ്ങയുടെ ഭഗവത്പാദത്തെ സേവിക്കുന്നതിന്റെ ഭക്തിഹർഷത്താൽ സദാപൂരിതനായിരിക്കണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുകുന്ദമാല സ്തോത്രം 4. ശ്രീമദ് ഭാഗവതം 3-4 സ്കന്ധങ്ങളിലും മറ്റൊന്നിനും വേണ്ടി അല്ലാതെ ഭഗവാന്റെ സേവനത്തിൽ മുഴുകണമെന്ന് മാത്രം ഭക്തന്മാർ പ്രാർത്ഥിക്കുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അതിമനോഹരമായിട്ടുള്ള ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിജിയുടെ. എത്ര റെഫറൻസ് ആണ് കൊടുത്തിട്ടുള്ളത് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര സ്ഥലത്തു നിന്നുള്ള റെഫറൻസ് ആണ് പ്രഭുപാജി. എത്ര ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. പ്രഭുപാദിന് ഇതെല്ലാം ഭഗവാൻ റിവീൽ ചെയ്ത് കൊടുക്കും. അന്നത്തെ കാലത്ത് നമ്മളെപ്പോലെ ഇതുപോലെ ഇൻ്റർനെറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇന്ന ശ്ലോകത്തിനും ഏതാണ്. ഇപ്പോൾ ചാറ്റ് GPT ഉണ്ട്, പല എന്താ പറയുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ കാര്യങ്ങൾ ഈസിയാണ്, സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. വേദാബേസിൽ പോയി സെർച്ച് ചെയ്യാം, പിന്നെ ചാറ്റ് GPTയിൽ സെർച്ച് ചെയ്യാം, പല ഇൻഫർമേഷനും നമുക്ക് കിട്ടും. അന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റും ഇല്ല, ചാറ്റ് GPTയും ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രഭുപാജിയുടെ മുമ്പിൽ ഇതേപോലെ ടീക്കാസ്, അതായത് ഭക്തരുടെ അദ്ദേഹത്തിന് ആചാര്യന്മാരുടെ ടീക്കാസ്, കമൻട്രി എഴുതിയിട്ടുള്ള ഭാവാർത്ഥങ്ങൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും അതേപോലെ അദ്ദേഹത്തിൻ്റെ ഗുരുജനങ്ങളിൽ നിന്ന് കേട്ടിട്ടുള്ളതുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം റെഫറൻസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമുക്ക് ഭാവാർത്ഥം എഴുതി തരാൻ ഇതെല്ലാം റെഫർ ചെയ്തിട്ടും ഒക്കെയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഭാവാർത്ഥം മാത്രമല്ല, നമ്മൾ ചൈതന്യ ചരിതാമൃതം ആവട്ടെ, ഭഗവത്ഗീത ആവട്ടെ, ഭാഗവതമാവട്ടെ, ഏത് പുസ്തകം വേണമെങ്കിൽ എടുത്തോളൂ. എത്രമാത്രം പ്രഭുപാജി അതിന് സമയം കൊടുത്ത് അത് നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. കാര്യം ഇവിടെ ഒരു പോയിന്റിൻ്റെ ഇമ്പോർട്ടൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഭാവാർത്ഥത്തിൽ ഇത്രയും അധികം ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള റെഫറൻസ് പ്രഭുപാജി പറയുന്നത്. അതിമനോഹരം. ചൈതന്യ മഹാപ്രഭുവിനെ ശ്രീ അദ്വൈതാചാര്യ എപ്പോഴും ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിനെ പ്രഭുവായിട്ടാണ് കാണാറുള്ളത്. മഹാപ്രഭുവിൻ്റെ സേവകനായിട്ടാണ് എപ്പോഴും കാണുന്നത് ശ്രീ അദ്വൈതാചാര്യ. കാരണം അദ്വൈതാചാര്യ പ്രായം കൊണ്ട് മുതിർന്നതാണ്. അതുമാത്രമല്ല, മഹാപ്രഭു അദ്ദേഹത്തെ ഗുരുസ്ഥാനത്താണ് കാണുന്നത്. പക്ഷെ അദ്വൈതാചാര്യ മഹാപ്രഭുവിനെ പ്രഭുവായിട്ട് കാണുന്നു. കാര്യം അദ്വൈതാചാര്യക്ക് അറിയാം ചൈതന്യ മഹാപ്രഭു ഭഗവാനാണ് എന്നുള്ളത്. അപ്പോൾ എപ്പോഴും മഹാപ്രഭുവിൻ്റെ സേവകൻ എന്നുള്ള ഭാവത്തിലായിരുന്നു ശ്രീ അദ്വൈതാചാര്യ, ഇത്രയും പ്രായത്തിൻ്റെ വ്യത്യാസം ഉണ്ടായിട്ടും. അപ്പോൾ ഈ ഒരു പോയിന്റ്, അതായത് ആ സേവനം, അതായത് ഭഗവാനെ സേവിക്കാനുള്ള ആ ഒരു മനോഭാവം, ഭഗവാന്റെ സേവനമല്ലാതെ വേറെ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആഗ്രഹിക്കില്ല ശുദ്ധ ഭക്തരെ എന്നുള്ള ഒരു പോയിന്റ്, എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടി പ്രഭുപാജി ഇത്രയും റെഫറൻസ് തരുന്നത്. അത് എന്താണ് ഭക്തിയുത സേവനം, ഭക്തിയുത സേവനങ്ങൾ എങ്ങനെയായിരിക്കണം നമ്മൾ, എന്താണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ദാസദാസാനു ഗോപി ഭർത്തു പദകമലയോർ ദാസദാസാനുദാസ്, ആ ഒരു ഭാവം എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മളെ കാണിച്ചു തരുന്നു. അപ്പോൾ ഭക്തിരസാമൃത സിന്ധുവിൽ നിന്ന് ശ്രീല പ്രഭുപാജി തുടങ്ങുന്നു. അതിനുശേഷം അദ്ദേഹം ഭാവാർത്ഥ ദീപിക കമൻട്രി, ആചാര്യന്മാരുടെ ഭാവാർത്ഥ ദീപിക കമൻട്രിയിൽ നിന്ന് അദ്ദേഹം ഇവിടെ ഒരു പോയിന്റ് പറയുന്നു. അതിനുശേഷം നേരെ സത്യവ്രത മുനിയുടെ ദാമോദരാഷ്ടകത്തിലേക്ക് പോയി. അപ്പോൾ ഇവിടെ വായിച്ചപ്പോൾ വരം ദേവമോക്ഷം ന മോക്ഷാവതിം വ ന ചാന്യം ഋണേഹം വരേ സദാഭിഹ ഇദം തേ വാപുർനാഥ ഗോപാലബാലം സദാ മേ മനസ്യ ആവിരാസ്തം കിമന്യ
അന്യേ അല്ലേ, നമ്മളിത് വായിച്ചു. ഇപ്പോൾ ദാമോദര മാസത്തിന് ഇനി അധികം സമയമില്ല, 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാമോദര മാസമായി. ഇപ്പോൾ നമ്മളിതെല്ലാം അന്ന് ദാമോദര മാസത്തിൽ ചൊല്ലുന്നതാണ്. സോ ദാമോദര മാസത്തിൻ്റെ ഒരു പ്രിലൂഡായി ഇപ്പോൾ, അല്ലെങ്കിൽ നമ്മളതിനെ ആ മാസത്തെ കാത്തിരിക്കുന്നു എല്ലാവരും. പിന്നീട് നാരായണ സ്തോത്രം, പ്രഭുപാജി നാരായണ സ്തോത്രം, അതായത് ശ്രീനാരായണ വ്യൂഹസ്തവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ശ്ലോകം കോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭാഗവതത്തിലെ പ്രഹ്ലാദ മഹാരാജാവിൻ്റെ പ്രാർത്ഥന പ്രഭുപാജി പറയുന്നു, അതായത് എനിക്ക് വേറൊന്നും വേണ്ട ഭഗവാനെ, ഒരു വരവും എനിക്ക് ആവശ്യമില്ല, എനിക്ക് അങ്ങേ സേവനം ചെയ്താൽ മതി. ഇനിയും ഒരുപാട് റെഫറൻസ് ഉണ്ട്. ന ധനം ന ജനം ന സുന്ദരിം കവിതാമ ജഗദീശ കാമയെ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാ ഭക്തിരഹൈതു ഗീതവേ. മഹാപ്രഭു നേരിട്ട് പറയുന്നുണ്ട്. വൃത്രാസുരൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നാകപൃഷ്ടം ന ചപാരമേഷ്ടം ന സർവഭൗമ ന രസാധിപത്യം ന യോഗസിദ്ധിം പുനർഭവം സമഞ്ജസത്വ വിരഹയ്യകാംക്ഷ. ഇതേ പ്രാർത്ഥന തന്നെ നാഗപത്നിമാർ കാളിയ ലീലയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനോട്, ന നാകപൃഷ്ടം ന ചപാരമേഷ്ടം. ഇതേ പ്രാർത്ഥന 2 പ്രാവശ്യം വരുന്നുണ്ട്. ഒരു വരി മാത്രമേ വ്യത്യാസമുള്ളൂ, പക്ഷേ അർത്ഥം ഒന്നാണ്. അതല്ലാതെ ഇവിടെ ഭാഗവതത്തിൽ ഒരുപാട് റെഫറൻസ് പ്രഭുപാജിയോട് പറയുന്നുണ്ട്. അതായത് 3, 4, 15, 3, 25, 34, 36, 4, 8, 22, 4, 9, 10, 4, 20, 24. മനോഹരം. പ്രഭുപാജി ഓരോന്നോരോന്നും ഇവിടെ കോട്ട് ചെയ്ത് വയ്ക്കുന്നു. കൂട്ടത്തിൽ ശ്രീ മുകുന്ദമാല, ശ്രീ കുലശേഖര ആൾവാറിൻ്റെ മുകുന്ദമാല സ്തോത്രത്തിൽ നിന്നുള്ള ശ്ലോകവും ഇവിടെ ശിലപ്രഭുപാജി കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളൊരു ഫീസ്റ്റാണ് പ്രഭുപാജി നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരേ തീമിലുള്ള ശ്ലോകങ്ങളാണ്. അതായത് ഭക്തി മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട എന്നുള്ളത് ശിലപ്രഭുപാജി നമ്മളെ ഇത്രയും റെഫറൻസൊക്കെ എടുത്ത് കാണിച്ചു തരുവാണ്, പഠിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. വെരി നൈസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്കിവിടെ ഇന്ന് നിർത്താം. ബാക്കിയുള്ളത് ഭഗവാന്റെ അനുഗ്രഹത്തിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹരേ കൃഷ്ണ. श्री चैतन्य चरितामृत की जय, श्रील कृष्णदास कविराज गोस्वामी की जय, समवेद गौर भक्तवृंद की जय, श्री चैतन्य महाप्रभु की जय, सचिनंदन श्री गौर हरि की जय, श्री राधा श्याम सुंदर की जय, श्री वृंदावन धाम की जय. थैंक यू. हरे कृष्ण. हरे कृष्ण. Thank you very much. Hare Krishna Prabhu. हरे कृष्ण. हरे कृष्णा. थैंक यू प्रभुजी. हरे प्रणामम कृष्ण. प्रभुजी. Thank you.